അപ്പം ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമില്ല, നമ്മൾ ഈ ഉണ്ണിത്തണ്ടില്ലേ, ചിലയിടത്തൊക്കെ വാഴപ്പിണ്ടിന്ന് പറഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയാൻ താഴെ കമന്റ് ചെയ്യും. ഒപ്പം നിങ്ങളുടെ ജില്ലത്തെ പേരും, നിങ്ങൾ ഏതൊക്കെ ജില്ലയിൽ നിന്നാണ് ആൾക്കാരിന്റെ വീഡിയോസ് കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ? അപ്പോൾ ഞാൻ എന്തിൻ്റെ റെസിപ്പിയാന്ന് പറഞ്ഞില്ലാലേ, നമ്മളെ ഉണ്ണിത്തണ്ടും മുതിരയും പാടുള്ള തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മളെ വീട്ടിലുണ്ടായ ഉണ്ണിത്തണ്ടാണ്. അതിനൊരു ഭാഗം എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് റൗണ്ടായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അതിലൊരു നൂല് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതിങ്ങനെ കൈ കൊണ്ട് അതേപോലെ ചുറ്റിയെടുക്കണേ. എന്നിട്ട് വേണം നമുക്കത് അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നമ്മൾ ഉണ്ണിത്തണ്ട് അവിടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുതിര വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പ്രഷർ കുക്കർ എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ കഴുകി വെച്ച് മുതിര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മളെ മുതിര ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് നമ്മളെ ഉണ്ണിത്തണ്ട് അതിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലിട്ട് വേവിച്ചെടുക്കാം. ഉണ്ണിത്തണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്കുള്ള അരപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1/4 ടീസ്പൂൺ നല്ല ജീരകവും 2 പച്ചമുളക് കൂട്ടിയിട്ട് അരക്കുന്നുണ്ട്. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്കുള്ള താളിപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ട് 10 ചെറുള്ളി അരിഞ്ഞതും കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചു. പിന്നെ നിങ്ങളുടെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടോളി. എന്നിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച മുതിരയും ഉണ്ണിത്തണ്ടും പാടെ അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഫൈനലി കുറച്ച് കറിവേപ്പിലും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ ഉണ്ണിത്തണ്ട് തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒപ്പം സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ എത്ര നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.